ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ ആയിട്ടില്ല, നമ്മൾ പള്ളിക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. 11:30 കുർബാന. അപ്പോൾ ഞാൻ വേഗം പള്ളിയിൽ പോട്ടെ. നിങ്ങൾ അപ്പോഴേക്കും ഇതുവരെയുള്ള, അതായത് വ്യാഴം, വെള്ളി, ശനി, വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി വരെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് പോയി. അപ്പോഴേക്ക് ഞാൻ പള്ളിയിൽ എത്തിയിട്ട് പള്ളിയിലത്തെ വീഡിയോസ് കാണിച്ചു തരാം. ഓക്കെ, പള്ളിയിലെ കുർബാന സ്കിറ്റ് പൊളിക്കില്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴമാണ്. നമ്മൾ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. പള്ളി പോകണേ മുന്നേ നമ്മൾ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു. വ്യാഴം അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. അച്ഛൻ ഇന്ന് 3 കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ അങ്ങനെ ചരിത്രമായിട്ട് പറയുന്നതല്ല, അങ്ങനെ ഒരു ക്ലാസ് ആക്കി ഉദ്ദേശിക്കില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാനായിട്ട്. ഒരു പക്ഷേ ഇത് കാണുന്നവർക്ക് പലപ്പോഴും അറിയുന്നുണ്ടാവില്ല, അറിയണവരും ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കാം. അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു പ്രസംഗത്തിൽ 3 കാര്യങ്ങൾ. അതെന്താ ചക്ക? ഒന്നാമത്തെ കാര്യം ചക്കു കുർബാന അണ്ണൻ വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം. അങ്ങനെയല്ല, പഴയ നിയമത്തിലെ അങ്ങനെയല്ല പറഞ്ഞ. അച്ഛൻ ഈശോ എവിടെ കുർബാന സ്ഥാപിച്ചു അതും പറഞ്ഞു. പിന്നെ ഈശോ എവിടെ കുർബാന അവസാനിപ്പിച്ചത്? കാൽവരിയിൽ അവസാനിപ്പിച്ചു. തുടങ്ങിയത് സെഹിയോൻ ശാലയിൽ. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം, നമ്മൾ പഴയ നിയമത്തിൽ പുളിപ്പില്ലാത്ത അപ്പം കഴിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ ആചരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകി വിനയത്തിൻ്റെ മാതൃക കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പെസഹ വ്യാഴാഴ്ച ഇത് ചെയ്യുന്നത്. 12 പേരുടെ ശിഷ്യന്മാരായിട്ട് നമ്മൾ കാല് കഴുകുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, പുതിയ നിയമത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പെസഹ ആചരിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പെസഹ എന്ന് ആചരിക്കുന്നത്. നമ്മൾ വീടുകളിലൊക്കെ പെസഹ അപ്പം ഉണ്ടാക്കി കുറുക്ക കഴിക്കും രാത്രി. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ യൂണിറ്റുകൾക്ക് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും പോയി ആരാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് കാലം കഴിഞ്ഞാൽ ഞാൻ ചെറിയ ബിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് വൈകിട്ട് കാണാം ആരാധനയ്ക്ക്. ഓക്കെ, ബൈ ഗൈസ്. എല്ലാ പള്ളികളിലും പോലെ നമ്മുടെ പള്ളിയിലും കാലുകഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. നമ്മൾ പള്ളിയിൽ പോകാൻ പോവാണ്. പള്ളിയിൽ നിന്ന് കുർബാനയല്ല, ഈശോയുടെ പീഡാനുഭവ ചരിത്രവായനും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരും. പിന്നെ വൈകിട്ട് 3 മണിക്ക് കരുനാട് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ 3:30 പ്രദക്ഷിണം, പരിഹാര പ്രദക്ഷിണം. അത് കഴിഞ്ഞിട്ട് സ്കിറ്റ്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാവേ. അപ്പം ഇനി പള്ളിയിൽ പോയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. നമ്മളിവിടെ പരിഹാര പ്രദക്ഷിണത്തിന് പോകാനായിട്ട് പള്ളിയിലെത്തി. പള്ളി വന്നപ്പോഴേക്കും ഉണ്ടാവും. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നമ്മുടെ സ്കിറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസാണ്. മാത്രം ഇതെല്ലാവരും ഓരോ കാര്യത്തിലായിട്ട് ബിസിയാണ്. അക്കു, എന്താണ് സ്കിറ്റ് പൊളിക്കില്ലേ? നമ്മുടെ മാതാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോറി. ഓക്കെ, അപ്പോൾ സ്കിറ്റ് എല്ലാം അടിപൊളിയാക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പം ഇനി സ്കിറ്റൊക്കെ കാണട്ടെ. പരിഹാര പ്രദക്ഷിണം കഴിഞ്ഞിട്ട് സ്കിറ്റൊക്കെ കാണിച്ചു തരാവേ. പരിഹാര പ്രദക്ഷിണത്തിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പള്ളിയിൽ തിരിച്ചെത്തിയിട്ട് നല്ലൊരു സന്ദേശവും അടിപൊളി ഒരു സ്കിറ്റും ഉണ്ടായിരുന്നു നമ്മുടെ അമ്പഴക്കാട് യൂത്തിൻ്റെ. അതിനുശേഷം നമ്മുടെ വല്യച്ഛൻ വന്ന് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ അടിപൊളി സ്കിറ്റ് ഇവർ ആക്ട് ചെയ്തെന്നല്ല പറയണ്ട, ജീവിക്കായിരുന്നു. ശരിക്കും ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. നല്ല അടിപൊളി സ്കിറ്റ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഞങ്ങളാണ് ചെയ്തത്. പടയാളി കർത്താവ് കർത്താവ് വലിയ പടയാളി. നമ്മുടെ ഈശോനെ തലങ്ങും വിലങ്ങും അടിച്ച ഒരു പടയാളിയാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തിരിക്കൊന്നും പറയാനില്ലെന്ന് ഇല്ലാട്ടോ. ജസ്റ്റ് ക്യാരക്ടർ ഞാൻ മാത്രല്ല, കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അതിനൊപ്പം അടിക്കാൻ വേണ്ടി. മെയിൻ പടയാളിയെ കാണിച്ചു തരാം. കള്ളന്മാര്, നല്ല കള്ളം, ചീത്ത കള്ളം. ഈ പടയാളി അവിടെ ചിരിക്കുന്നു. കർത്താവിന് കുരിശ് കയറ്റിയപ്പോ എന്റെ തല്ല് കിട്ടി പാവം വെറോണിക്ക. ഞങ്ങളെ ചന്ദ്രൻ മുകളിലാണ് ചന്ദ്രൻ കിട്ടുന്നത്. ഇതാണ് അടുത്ത മെയിൻ പടയാളി. ഞങ്ങളാണ് പാവം കർത്താവ് കൂടെ പോകുന്നത്. ടോട്ടലി പ്രോഗ്രാം സൂപ്പർ ആയിരുന്നു. അവർ
ഇനി ഗൂഗിളിൽ ഒറിജിനൽ വീഡിയോ ഇതിൽ വരേണ്ടതാണ്. അതിന് മുമ്പ് ഞങ്ങൾ ചെറിയൊരു ട്രയൽ ചെയ്തു. അപ്പോൾ ബൈ ബൈ. യൂട്യൂബിൽ ഫേസ്ബുക്കിൽ എൻ്റെ പേര് അഷ്കനാസ് അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ കാണാം. ഓക്കെ ബൈ. ഇന്നലത്തെ സ്കിറ്റൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ദുഃഖശനിയാഴ്ച നമ്മൾ പള്ളിയിൽ കുർബാന ഒക്കെ കഴിഞ്ഞു. ഇന്നലത്തെ സ്കിറ്റ് അത്ര അടിപൊളിയാവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ കൊച്ചച്ഛനാണ്. ഇതാണ് നമ്മുടെ കൊച്ചച്ഛൻ. അപ്പോൾ അച്ഛൻ സ്കിറ്റ് അടിപൊളിയായിരുന്നു, ഭയങ്കര ഇമോഷണൽ നല്ലൊരു സ്കിറ്റായിരുന്നു. വളരെ നല്ല അനുഭവമായിരുന്നു. എൻ്റെ ആദ്യത്തെ വർഷമാണ്. അപ്പോൾ എല്ലാവരും ഇവിടുത്തെ അമ്പഴക്കാട് യുവജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്നപ്പോൾ അവരുടെ ഉദ്യാനത്തിൻ്റെ ഫലമായിട്ടാണ് ദൈവം വളരെയധികം അനുഗ്രഹിച്ചു. നല്ല കാലാവസ്ഥയും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഒരുക്കി തന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദൃശ്യാവിഷ്കാരം വീണ്ടെടുപ്പ് വളരെ നന്നായിട്ട് അവതരിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് ഹൃദയസ്പർശിയായിട്ടൊരു കാഴ്ചയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. ഓക്കെ, താങ്ക് യു അച്ഛാ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അന്നവെള്ളമൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും. ഇനി രാത്രിയിലത്തെ വീഡിയോസൊക്കെ രാത്രി ഈസ്റ്ററിൻ്റെ കാണിക്കാം. അപ്പോൾ രാത്രി സ്കിറ്റില്ലേ സ്കിറ്റ്, അപ്പോൾ അതിനോളത്തെ വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി രാത്രി കാണിച്ചു തരാവേ. നമ്മളിതേ പള്ളിയിലെത്തി, കണ്ടില്ലേ, അക്കൗണ്ട് മനസ്സിലായില്ലേ, പള്ളിയിലെത്തി. ഇപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാണ് സ്കിറ്റിന് വേണ്ടിയിട്ട്. എന്തായി കാണിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ മുടി സെറ്റ് ചെയ്യാണ്. പടയാളികൾ ചൂടുവെള്ളം ഉണ്ടാക്കുന്ന ആളാണ് ഐസിൻ്റെ ഗൂഗ. ഇതാണ് ഗൂഗയുടെ കല്ല് മാറ്റുന്ന ആള്. ഇതാണ് വീഡിയോഗ്രാഫർ. കർത്താവിൻ്റെ മുടി സെറ്റ് ചെയ്യണ ചേച്ചി. ഈ ചേച്ചിക്ക് കണ്ട പ്രായം തോന്നിക്കാൻ, പക്ഷെ 34 വയസ്സായി. ഇത് പടയാളികൾ. അങ്ങനെ ഇത്ര കഴിഞ്ഞ് ബാക്കി സ്റ്റേറ്റ് നമ്മുടെ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കട്ട്ലറ്റൊക്കെ കഴിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, എന്നാലിരിക്കട്ടെ. ഹാപ്പി ഈസ്റ്റർ. അങ്ങനെ നമ്മുടെ പള്ളിയിലെ ഈസ്റ്റർ പരിപാടികളൊക്കെ കഴിഞ്ഞ് കട്ട്ലറ്റൊക്കെ കഴിച്ച് നോമ്പൊക്കെ വീടി ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഹോളി വീക്കിൻ്റെ എല്ലാ, അതായത് ഇപ്പോൾ സെവ്യാഴ് മുതൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓശാന ഞായറാഴ്ചത്തെ വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം. പിന്നെ പരിഹാര പ്രദക്ഷിണത്തിൻ്റെ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണാത്തവർ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും വൺസ് അഗെയിൻ ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, ഞാൻ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വരാം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയുക, സജഷൻസ് കാര്യങ്ങളൊക്കെ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.